Taipei Zoo. പ്രിയയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആനിമൽ ഉണ്ട്. പ്രിയന് ഭയങ്കര മാച്ചുള്ള ആനിമല് അല്ല. തില്ലുവിന് പ്രിയോടുള്ള സ്നേഹം കാരണം എല്ലാ മൃഗത്തിലും പ്രിയയുടെ മുഖം കാണും. പ്രിയയുടെ മുടി പോലെ ഉണ്ട്. പ്രിയ ഉറക്കത്തിൽ എഴുന്നേക്കുമ്പോ സെയിം ഈ കട്ട, ചെവി ചൊറിയ. അതും പ്രിയയുടെ സ്വഭാവം. ഫുഡ് ഉണ്ടെങ്കിൽ മാറ്റി വെക്കാൻ ചാടാൻ സാധ്യത ഉണ്ട്. അപ്പൊ മിക്കവാറും ഇപ്പൊ ചാടും കേട്ടോ പ്രിയയുടെ മേത്തേക്ക്. ഇപ്പൊ വരും കേട്ടോ. നമ്മുടെ കയ്യിലൊന്നുമില്ല. അടിപൊളി. ഇനി വേദം വ്ലോഗ് ചെയ്താ മതി. വാട്ടർ ഇൻട്രൊഡക്ഷൻ തങ്കു, വാട്ടർ സ്റ്റൈൽ. ആ തൊപ്പി വരെ വേദുവിന്റെ പേരുണ്ട്, കാണിച്ചു കൊടുക്ക് കേട്ടാ. വേദു എന്നുള്ള ഒരു കസ്റ്റമൈസ്ഡ് പേരാണ്. സോ ഹായ് ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. വേദുവിന്റെ ഇൻട്രൊഡക്ഷൻ കിട്ടുന്നതായിരുന്നില്ലേ. സോ ഇത് നമ്മള് ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് സൂയിൽ പോവാണ്. ഇത് കുട്ടികൾക്കും വേദുവിനും വേണ്ടിയാണ് ഈ ഒരു എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ പ്രിയയുടെ ഫേവറേറ്റ് ആനിമൽ ഇൻ ദ വേൾഡ് ഉണ്ട്. അതിനും കൂടെ അത് കാണണം. പ്രിയായിട്ട് ഭയങ്കര ഒരു കണക്ഷൻ ഉള്ള ഒരു ആനിമലാണ്, അത് കാണണം. ആൻഡ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പോക്കറ്റ് ടിഷ്യൂ. ഹീലിന് വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എഡോർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ പോക്കറ്റ് ടിഷ്യൂ ഉണ്ട്. ഇതൊരു എനിക്കൊന്ന് 15 പുൾസിനുള്ളത് കാണും. സോ നമുക്ക് നമ്മുടെ ബാഗിൽ, ഹാൻഡ് ബാഗിൽ, ഈവൻ പോക്കറ്റ്സിൽ വെക്കാൻ പറ്റും. നമ്മുടെ ജീൻസിന്റെ പോക്കറ്റിലൊക്കെ സുഖമായിട്ട് വെക്കാം, പാൻറ് പോക്കറ്റിലൊക്കെ വെക്കാൻ പറ്റും. മസ്റ്റ് ആയിട്ട് ക്യാരി ചെയ്യേണ്ട ഒരു സാധനമാണ്. കുട്ടികൾ ഉള്ളപ്പോഴും അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് ആവശ്യം വരുന്ന സാധനമാണ് പോക്കറ്റ് ടിഷ്യൂ. സോ നേരെ നമുക്ക് സൂവിലേക്ക് പോകാം. പച്ചക്കൊട, ഒരു പച്ച മയം ആകെക്കൂടെ. ഇത് നോക്കൂ, ഇത് എല്ലാവരും ഇത് ഇത്ര സ്റ്റൈല്. ആ കൊട തന്നെ ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ്. പച്ചക്കിളിയാ. പെർഫെക്റ്റ് ഡേ ടു വിസിറ്റ് ദ സൂ. നോ ആൻഡ് ഊബറാണ് പിടിക്കുന്നത്. കാരണം ഊബറിൽ 15 മിനിറ്റേ ഉള്ളൂ, വലിയ റേറ്റ് ഇല്ല. മെട്രോയിലാണെങ്കിൽ 2 ട്രെയിൻ മാറിക്കറി 1 മണിക്കൂർ എടുക്കും. ഊബറിൽ പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ തൈപ്പേസ് എന്ന് പറഞ്ഞാൽ തൈപ്പേയുടെ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്റർ ഉള്ളൂ. ഒരു 3-4 കിലോമീറ്റർ മാറുമ്പോൾ തന്നെ ജസ്റ്റ് സീ ദിസ്. ഒരു അൾട്രാ മോഡേൺ സിറ്റിയിലാണ്. ഫുൾ ടണൽസ് ഒക്കെയാണ്. അതല്ലാതെ തൊട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഫോറസ്റ്റ്, മൗണ്ടൻസ് ഒക്കെ കാണാം. സോ അൺബിലീവബിളോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതാണ് ടൈപ്പിംഗ് ഇത്ര ഇഷ്ടമാണ്. സിറ്റിയുടെ നടുക്ക് തന്നെ യു ഹാവ് പാർക്സ് ആൻഡ് ഫോറസ്റ്റ്. അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ സീ ദിസ്, നമുക്ക് 3-4 മണിക്കൂറൊന്നും ഡ്രൈവ് ചെയ്ത് പോകണ്ടേ ഇതുപോലത്തെ സീനിക് സ്ഥലങ്ങളിലേക്ക് എത്താൻ. സൂപ്പർ ഡൂപ്പർ ഡൂപ്പർ അല്ലേ വേദു? വേദുവിനെ പോലെ തന്നെ ബ്യൂട്ടിഫുൾ അല്ലേ തൈവാൻ? അടുത്തുള്ള എന്തിന്റെ ഒരു ചിമ്നി പോലത്തെ എന്തോ തോന്നുന്നു. അതില് സൂവിന്റെ അടുത്തായതുകൊണ്ട് തന്നെ ജിറാഫിന്റെ തല, ജിറാഫിന്റെ ബോഡി. ഹായ് ഗൈസ്, സോ വെൽക്കം ടു തൈപ്പേ സൂ. ആൻഡ് വാട്ട് എ ഹ്യൂജ് പ്ലേസ്. ഭയങ്കര സീനിക് ആണ്. അതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ്. ടിക്കറ്റിന് ഒരാൾക്ക് 140-150 രൂപയെങ്ങാണ്ടേ ഉള്ളൂ. വേദുവിന് ഫ്രീ ആണ്. കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ കുട്ടി ദേ ഇവിടെ നിൽക്കുന്നു സൂ കാണാനായിട്ട്. പ്രിയയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആനിമൽ ഉണ്ട്. പ്രിയന് ഭയങ്കര മാച്ചുള്ള ആനിമല് അല്ല. ഏറ്റവും മാച്ചുള്ള ആനിമല് അത് വാ. എനിക്ക് മനസ്സിലായി. എന്താ ഇതൊരു ബ്യൂട്ടിഫുൾ സൂ അല്ലേ പ്രിയ? എനിക്കൊന്ന് സമ്മറിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക്. വേദു ബാ. നല്ല തണുപ്പുണ്ട്, നല്ല അടിപൊളിയല്ലേ? കണ്ട മെക്ഡോണൽഡ്സും ഉണ്ട് ഇവിടെ. എന്ത് വേണം ഫുഡ് കോർട്ട്. അപ്പൊ ഫുഡ് എവിടെ കണ്ടില്ലേ? അവിടെ 7-Eleven ഉണ്ട് അകത്ത്. ഇല്ല, ഞാൻ കണ്ടു. പിന്നെ അവിടെ ഉണ്ട് 7-Eleven. അങ്ങനെയാണെങ്കിൽ വേൾഡിലെ ബെസ്റ്റ് സൂ ആയിരുന്നു ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. മൈ ഗോഡ്, ജസ്റ്റ് പെർഫെക്റ്റ്. 7-Eleven ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ട്, 7-Eleven ഉണ്ട്. ഇനി എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വേൾഡിലെ ബെസ്റ്റ് സൂ ആയി. ഞാൻ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് പോവാം. ഇതാണല്ലോ ഫസ്റ്റ് വൺ. എന്താ ഇത്? ഫ്ലെമിംഗോ. വാ, വേദുവിനോട് ആരാ പറഞ്ഞു തന്നെ ഇത്? എന്താ ഇപ്പറിയാ കാണിക്കുന്നേ? ഒരു വൈബില്ലാത്ത മനുഷ്യ സ്ത്രീ. കാറ്റ് വരുമ്പോ ഞാൻ പറന്നു പോവാ. പറന്നു പോകുന്നല്ല, കൊട മടക്കി വെക്ക്. പറന്നു പോവാ ഞാൻ. ഇവിടെ ഉണ്ടല്ലോ ചിൽഡ്രൻസ് സൂ എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. ആദ്യമേ നമുക്ക് അങ്ങോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ
പ്രിയയുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെ കാണാൻ പോവാം. വല്ല മങ്കീസ് ആയിരിക്കും. അല്ല മങ്കീസ് ഒന്നും അങ്ങനെ ഇൻസൾട്ട് ചെയ്യില്ല പ്രിയ. പിന്നെ പിന്നെ ആരാ എന്റെ ഫ്രണ്ട്? മനസ്സിലായില്ല, ഈ പ്രിയക്ക് ഒന്നും ക്ലിക്ക് ആവില്ല. ഓ, ഇതിനകത്താണ് ക്രോക്കഡൈൽസ്. പിന്നെ അതെ, എവിടെ ക്രോക്കഡൈൽ? തപ്പുപോയി ക്രോക്കഡൈൽ ഫാം ഇത്. ഇതോ? ആ, എന്നിട്ടൊന്നും കാണുന്നില്ലല്ലോ. അത് വെള്ളം, അത് അടിയിലായിരിക്കും. കണ്ടോ എവിടെ? അത് ഒന്ന് ആലോചിച്ച് നോക്ക്, മരത്തിന് മുകളിൽ പിടിച്ചോണ്ടിരുന്ന ചാച്ചന്ന്. അയ്യടി, അത് നോക്ക് വേറെ സൈഡില് എല്ലാം ഉറക്കവാ. ഇതൊക്കെ പ്രിയയുടെ ഗ്യാങ് ആണ് കേട്ടാ. എവിടെ സ്ഥലം കിട്ടിയാലും അവിടെ കിടന്ന് ഉറങ്ങും. ഇതാണോ പറഞ്ഞത്? ഇതല്ല, ഇത് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം. ഇവിടെ ഇത് ഒരു 2-3 ഐറ്റംസ് ഉണ്ട് പ്രിയയുടെ കൂടെ ചേർത്ത് വിടാൻ പറ്റിയത്. കുവാല കഴിക്കുന്നത് യൂക്കാലിപ്റ്റസ് ലീവ്സ് ആണ്. അപ്പൊ നല്ല മണമായിരിക്കും, വായനാറ്റം കാണില്ല. പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കും ബോഡിയൊക്കെ. അതെ, എല്ലാരും മുകളിൽ കിടന്നുറങ്ങും. അതെ, ഇവിടെ വേറെ ഒരെണ്ണം ഉറക്കത്തിന്റെ എഴുന്നേറ്റ് ഹായൊക്കെ കാണിക്കുന്നത്. പ്രിയയുടെ മുടി പോലെ ഉണ്ട്. പ്രിയ ഉറക്കത്തിന്റെ എഴുന്നേക്കുമ്പോ സെയിം ഈ കട്ട. അതും പ്രിയയുടെ സ്വഭാവം. എല്ലായിടത്തും ചൊറിച്ചില്ല കേട്ടാ. ഓ, എന്തൊരു ചൊറിച്ചില്ലത്. പ്രിയ പ്രിയ സത്യം പറ, രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ തന്നെയല്ലേ, മുടി ഇങ്ങനെ പറന്ന് കിടക്കും, ആ വടിയെടുക്കും, ചൊറിയാൻ തുടങ്ങും. കൂടെയുള്ള ഒരു കോഴീനെ ഇതുവരെ കണ്ടിട്ടില്ല. എന്തൊരു കൂടെ ഇത് അല്ല പ്രിയ, റോയൽ കോഴീനെ പോലെ ഇരിക്കുന്നു. കൊള്ളാല്ലേ, സൂവില് കോഴിയൊക്കെ ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കുന്നു. അതെ, മക്ഡൊണാൾഡ്സ് ഒക്കെ വാങ്ങി വൈകുന്നേരം ഇവിടെ നിന്ന് കഴിക്കാൻ എന്തൊരു ഫീൽ ആയിരിക്കും. കോഴിയുടെ അടുത്ത് കോഴി ബർഗർ കഴിക്കുന്നത്. ക്രിമിനൽസ് ആണ് നമ്മള്, ക്രിമിനൽസ്. പിടിച്ചോടെ വേദൂര ഒന്നും ചെയ്യൂല വേദോ, ഒന്നും ചെയ്യൂല. അടുത്ത സാധനം എന്താന്ന് എനിക്കറിയില്ല. ലാമയാണോ? ലാമ അമ്മയല്ല, അത് അൽപ്പക്കയാ. അത് തന്നെ, അൽപ്പക്കാന്നാ പറഞ്ഞ. അത് തന്നെയാന്ന് തോന്നുന്നു കേട്ടാ. ഇത് അൽപ്പക്ക തന്നെയാ. പക്ഷെ എന്തൊരു ഹെയർ സ്റ്റൈലാ നോക്ക് പ്രിയ. പങ്ക് സ്റ്റൈലില്ലേ? അയ്യടാ, വേദന തൊടണോ? തൊടാനൊന്നും പാടില്ല. കുട്ടി തൊടുണ്ടല്ലോ. ഇതിനെ തൊടാ. ഗ്ലൗസ് മാറ്റിയിട്ട് തൊട്. ഗ്ലൗസ് ഒക്കെ ഊരിട്ട് തൊട്. വായയിൽ എന്തോ ഫുഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ ടൈം. എനിക്ക് എല്ലാത്തിനെയും പ്രിയയുടെ ഓരോ ഹെയർ സ്റ്റൈലും മാറ്റി വെച്ച് എങ്ങനെയായിരിക്കും അതേ ചായം തോന്നുന്നു. സത്യമായിട്ടും ഇത് നോക്ക്, പ്രിയക്ക് ഏകദേശം ആ ഒരു. ഞാൻ ഒരു കാര്യം പറയട്ടെ, സത്യം. ദില്ലുവിന് പ്രിയോടുള്ള സ്നേഹം കാരണം എല്ലാ മൃഗത്തിലും പ്രിയയുടെ മുഖം കാണും. എന്ത് കണ്ടാലും പ്രിയായിട്ട് സാമ്യം തോന്നും. അത് നാച്ചുറൽ ആണ്. സാധ്യതയുണ്ട്. അല്ല അതിനെ ചായ ഉള്ളതുകൊണ്ടല്ല. അല്ല, അത് പ്രിയോടുള്ള സ്നേഹം കാരണം ആനെ കണ്ടാലും പ്രിയാന്ന് തോന്നും, കൊരങ്ങനെ കണ്ടാലും പ്രിയാന്ന് തോന്നും. കറക്റ്റ് ആയിട്ടാ, സത്യം. അതാ കണ്ട റാക്കൂണ്. അത് റാക്കൂൺ അല്ല, അത് മങ്കിയാ. ഒരു ടൈം മങ്കിയാ അത്. ഇതോ? റാക്കൂൺ ആദ്യത്തെ ഇല്ല, അത് ചിലപ്പോ കാണുന്നില്ല. ഇത് കാണുന്നില്ല. പക്ഷെ കൊള്ളാല്ലേ, അതിന്റെ കൂട്ടിന്ന് അതിന് വെളിയിൽ ഇങ്ങനെ കേറി വരാനുള്ള സൗകര്യം അത്. അപ്പൊ അത് ഇതിൽ കൂടെ ഒക്കെ നടന്നു പോവും. അത് കൊള്ളാലോ. എവിടെയൊക്കെ പോവാ, അത് ഫുള്ളായിട്ടൊന്ന് കറങ്ങിട്ടൊക്കെ വരും ചിലപ്പോ. നടക്കുന്നതിന് പകരം കുട്ടികൾ നടക്കുന്നു, റാക്കൂണിനെ പോലത്തെ. സ്കൂൾ കുട്ടികളുണ്ടല്ലോ. ഭയങ്കര സ്ഥലം ഇത്, ഭയങ്കര പോപ്പുലർ. ഇത് 1914 ഉണ്ടാക്കിയ സൂവാ. വേൾഡിലെ ടോപ്പ് 10 ബിഗസ്റ്റ് സൂവിൽ ഒന്നാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ബിഗസ്റ്റും ആണ്. ഇവിടെ റാക്കൂൺ നോക്ക്. വേദുവിന്റെ ഫ്രണ്ട് അല്ല റാക്കൂൺ. വേദുവിന് ഇഷ്ടമല്ല റാക്കൂൺസിനെ. വേദു പറയില്ലേ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയിലെ റാക്കൂൺ. അവെഞ്ചേഴ്സ്. കുതിരയാണോ കഴുതയാണോ? കണ്ടറിഞ്ഞൂടെ? അല്ല, അങ്ങനെയാണെങ്കിൽ കുതിരയാ. അല്ല, മിനി ഹോസ് എന്ന് എഴുതിയിട്ടുണ്ട്. ആയിരിക്കും. ഡാഡി എവിടെയോ കഴുതപ്പുറത്ത് കയറിയിരുന്ന് പോയിട്ടില്ലേ? വാരണാസിയില എവിടെ എന്നെ ചുമന്നു. എനിക്ക് വിഷമം തോന്നി. കണ്ട പ്രിയ നോക്കുന്ന പോലെ. പ്രിയ ടൈപ്പ് 101 ടവർ നോക്കുമ്പോ മേളി നോക്കി നിൽക്കുന്ന പോലെ ഇല്ലേ? ഇപ്പൊ മേളി നോക്കുമ്പോ ഒരു ഭാവൊന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. നോക്കിക്കോ, മുകളിലേക്ക് നോക്കടാ, അപ്പൊ അറിയാം. കണ്ടാ പ്രിയ. അമ്മ പോലെ കണ്ട അമ്മേനെ പോലെ ഉണ്ടെന്ന്. എല്ലായിടത്തും നോക്കി വാവെന്നും പറയല്ലേ.
ആ അമ്മേനെ ഇതിന്റെ അകത്ത് കയറ്റി വിട്ടിട്ട് പോവാം നമുക്ക്. വാ എന്നാ വാ എന്താന്ന് നോക്കാം. സത്യമായിട്ടും എന്തൊരു ഫെസിലിറ്റീസ് നോക്ക്. ഹൈ എൻഡ് കോഫി മെഷീനൊക്കെ വളരെ നോർമൽ. ഐസ് കോഫി ഒക്കെ 150 rupees 140 rupees ഒക്കെ. ഐസ് ചോക്ലേറ്റ് മിൽക്ക് വരെ ഉണ്ട്. അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ കത്തിയൊന്നും ഇല്ലാതെ കറക്റ്റ് റേറ്റ് വെച്ചിരിക്കുന്നു. പൈസ ഇട്ടിട്ടല്ലേ വാങ്ങുന്നത്. ഇങ്ങനെ ഒരു മെഷീൻ വെക്കാനുള്ള ഒരു തോട്ട് വന്നു. അതുപോലെ ഇരിക്കാനുള്ള സ്ഥലം. അതിന്റെ ഇടയ്ക്ക് ആനിമൽസ് ബാക്കിൽ താറാവിനൊക്കെ ആണെങ്കിൽ താറാവിനെ കാണാം. ഒരാൾ അവിടെ പോകുന്നു. അതുപോലെ തന്നെ ഇരിക്കാനുള്ളത് ഒരുപാട് സ്ഥലത്ത് ഇരിക്കാൻ സ്ഥലമുണ്ട്. ഒരിക്കലും നമ്മൾ ടയർഡായി തണലും ഉണ്ട്, നിക്കേണ്ടി വരില്ല. എന്തൊരു ഭംഗിയുള്ള സൂ ഇത്. ഫുൾ ഫോറസ്റ്റിന്റെ ഒരു ഫീല്. ഒരു മൂന്നാറൊക്കെ വന്ന ഒരു റിസോർട്ടിന്റെ ഫീല് തോന്നില്ലേ? സൂവിന്റെ പോലെ തോന്നിക്കുന്നില്ല. ഇരിക്കാൻ ഇഷ്ടം മാതിരി സ്ഥലമുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിരുന്ന് പോവാം. സ്നാക്സും ഉണ്ട് എന്റെ ബാഗില്. പിക്നിക് ആണോ? പിക്നിക് ആണ്. പിക്നിക് ഇൻ ദ സൂ. The favorite animal in the world. First time you're going to see. ഇതാണോ പറഞ്ഞേ എന്റെ ഫ്രണ്ട്സ്? ഭയങ്കര ലേസി. ഭയങ്കരമായിട്ട് ആരെങ്കിലും പുഷ് ചെയ്താ വേണമെങ്കിൽ എന്നെ കൊണ്ടേ കുളിപ്പിച്ചോ, വേണമെങ്കിൽ എനിക്ക് വല്ല ഭക്ഷണം തന്നെ ഞാൻ കഴിക്കാം. ആ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ആൾക്കാരാ. സ്ലോ, വളരെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് എ റേസ്. എന്തേ അയ്യടി എന്ത് ക്യൂട്ടാ. ഫസ്റ്റ് ടൈം സീയിങ് എ പാൻഡ. എപ്പോഴും ടിവി കണ്ട് കണ്ട് നോക്ക്. We have seen panda before. ഇല്ല ഇല്ല ഇല്ല. ഏതോ ഒരു സൂറിലോ? ഇല്ല, അത് പോളാർ ബെയർ ആയിരുന്നു. നോക്ക്, പാൻഡ തണുപ്പത്ത് നിക്കുള്ളൂ അല്ലേ? അത് കഴിക്കുന്ന കാണാനൊക്കെ ഭയങ്കര രസം. ബാമ്പു ചൊറിയ. അതും പ്രിയാണ്. അല്ല ചൊറിഞ്ഞതാ, ബം ചൊറിഞ്ഞതാ. വേദു ബം ചൊറിയുന്ന പോലെ. ബേബി, അത് മദറാണ്. ഓ ഇത് ബേബി പാൻഡ. എന്നിട്ട് സൈസ് നോക്ക്. അത് ഊഞ്ഞാലാടുന്നൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പൊ പിന്നെ ഉച്ചോർക്ക ടൈമാണ്. ഇത് റെയിൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ആനിമൽസ് ആണ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഏരിയ. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പം നമ്മുടെ ബേർഡ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ വന്നിരിക്കുന്നത്. ആൻഡ് ലയൺ നോക്കാം എവിടെയാണ്. ആ ആഫ്രിക്കയിലായിരിക്കും ലയണൊക്കെ. വേറെ ക്രോക്കഡൈലാ നോക്ക്. ഇത് മേളില് ശരിക്കുള്ളതാണത്. അനങ്ങുന്നില്ലാന്ന് പറഞ്ഞാൽ അത് ഉറങ്ങുവോ? ആ അടുത്തത് നോക്ക്. പക്ഷെ ഇത് ഇപ്പൊ ഉണ്ട് കോൺ പറക്കി കഴിക്കുന്നത്. പ്രിയ അതുപോലെ തന്നെയാ. ലിപ്സ്റ്റിക് മുമ്പ് വിചാരിച്ചു കോൺ കടിച്ചു കഴിക്കില്ല. ഇങ്ങനെ കൈ വെച്ച് പറിച്ചു കഴിക്കും. സത്യം അറിയാം എല്ലാവർക്കും. എന്ത് എൻജോയ് ചെയ്ത് കഴിക്കുന്നു നോക്ക്. കാണുന്ന മങ്കിനെ കണ്ട അത് ഹൗളർ മങ്കി എന്നാ വരുന്നത്. കൂവുന്ന്. ഇത് രണ്ട് ഡിഫറെന്റ്. ഇത് അവിടെയൊക്കെ ഉണ്ട് കേട്ടാ. കയ്യില് ഫുഡ് ഉണ്ടെങ്കിൽ മാറ്റി വെക്കാൻ ചാടാൻ സാധ്യത ഉണ്ട്. അപ്പൊ മിക്കവാറും ഇപ്പൊ ചാടും കേട്ടാ പ്രിയയുടെ മേത്തേക്ക്. എന്റെ ബാഗിനകത്ത് നോക്കണ്ട. അത് ഇവിടെ വന്ന് കുരങ്ങ് അറ്റാക്ക് ചെയ്യാൻ. ഇപ്പൊ വരും കേട്ടോ. നമ്മുടെ കയ്യിലൊന്നുമില്ല. രണ്ടുപേരും കണക്കാ. ഞാൻ വെക്കില്ല, ഭംഗി എടുത്തോണ്ട് പോട്ടെ. നോക്ക് പ്രിയ, ഇതൊക്കെ മുഖം നോക്ക്. ശരിക്കും ദില്ലു താടി വെച്ച് അതുപോലെ ഇരിക്കും. ശരിക്കും ദില്ലു ആ നടപ്പത്തിന്റെ സ്വാഗ് ഒക്കെ കണ്ട. അതന്നെ, അത്ര സ്പീഡിലാ നടക്കുന്നത് അല്ലേ വേദോ? അമ്മേനെ പോലെ ഉണ്ടെന്ന് കാണാം. എന്ത് ചെയ്യാനാ സത്യം. അപ്പ കാല് മാറുന്ന ഈ വെള്ളത്തിലേക്ക് എടുത്ത് എറിഞ്ഞ മേത്തൂന്. അവിടെ അടി കിടക്കുന്ന വേറെ ആള്. എന്താ കപ്പിബാറയോ അങ്ങനെ എന്തോ? കപ്പിബാറാന്ന് അങ്ങനെ എന്തോ ഇതിന്റെ പേര്. ഇതിന്റെ പേരാണ് മലയൻ ടൈപ്പർ. ഏത് പ്രിയ? അത് വേറെ ആനിമൽ എന്റെ പ്രിയ. അതിന്റെ മൂക്ക് കണ്ടോ? ആനയെ പോലെ ഇരിക്കും. ആ മൂക്ക് ആരുടെ ഞാൻ കമ്പാരിസൺ പറയണത് അറിയോ? അന്തു. മൂക്ക് നീണ്ട മൂക്ക് ഉണ്ടത് അന്തുവാണ്. മൂക്ക് ഇല്ലേ എന്താ നമ്മുടെ ജഗദീഷ് ശ്രീകുമാറായിട്ട് മൂക്കിട്ടണ്ടേ? ആ അതിനാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര കൺവീനിയന്റ് ആണ് കേട്ടോ. ഇത് എപ്പോഴും ഒരെണ്ണം എടുത്തോ, പോക്കറ്റിലിട്ടോ,
ആൻഡ് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഇതുപോലത്തെ സിറ്റുവേഷനിൽ കൈ തുടയ്ക്കാനാണെങ്കിലും മൂക്കിയിട്ടാണെങ്കിലും ഉപയോഗിക്കാം. ഭയങ്കര സോഫ്റ്റ് ടിഷ്യൂ ആണ്. പ്രിയ, ബ്ലാക്ക് സ്വാൻ, ബ്ലാക്ക് കളർ സ്വാൻ ഇതുവരെ കണ്ടിട്ടുണ്ടോ? എന്ത് എലഗന്റ് അല്ലേ? ഇത് മൊത്തം ബീക്ക്. അതും പ്രിയാന് ബ്ലാക്ക് ഡ്രസ്സും റെഡ് ലിപ്സ്റ്റിക്കും. നോക്കട്ടെ എന്തായി? അടുത്താരാ? എവിടെ കാണിച്ചു തരാം. അപ്പനെ കാണണം. വേദുവിനെ ദാ ഇരിക്കുന്നു മുകളിൽ കണ്ട അപ്പ. അത് കറക്റ്റ്. അത്ര രോമം എനിക്കുണ്ട്. മുടി മേത്തെ രോമം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. രോമം മാത്രമല്ല ബുദ്ധിയും മുഖവും ചായയും ഭയങ്കര ബുദ്ധി കേട്ടാ. പിന്നെ ഫോറസ്റ്റിൽ കൂടെ നടക്കുന്ന പോലെ തന്നെയുണ്ട്. ഒരു സൂ ആന്നേ തോന്നുന്നില്ല. ശരിക്കും സത്യം ഭയങ്കരമായിട്ട് അല്ലേ? സൂ ആന്നേ തോന്നുന്നില്ല. പിന്നെ ഫോറസ്റ്റ് അവര് വെട്ടി മാറ്റി നടക്കാൻ വേണ്ടി മാത്രം അതുപോലെ ഉണ്ട്. അതുപോലെ ഹൈക്കിംഗ് ഫീലിംഗ് ഉണ്ടല്ലോ, കുറെ നടക്കാനും ഉണ്ടല്ലോ. അതാ കേറ്റവും ഇറക്കും. എന്താ ഡൂറിയനാണ് അതിന്റെ ഫ്രൂട്ട്. ഓൾറെഡി നാറ്റം. അന്റെ മങ്കിയുടെ മുടിയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് എന്റെ താടിയിലൊക്കെ ഒട്ടിപ്പിടിപ്പിച്ചിട്ട് വരാം. എന്നിട്ട് ഇങ്ങനെ വരാം. എന്താ ഒരു പുച്ഛം എന്നെ ഉറാങ്കുട്ടാനൊന്ന് വാ തുറന്നാൽ എന്തായിരിക്കും അല്ലേ ദൈവമേ. ഉറാങ്കുട്ടാൻ ഉമ്മ വെക്കുന്ന കണ്ടിട്ടില്ലേ? ഏതില്ല ഇങ്ങനെ ഉമ്മാന്ന് കാണിച്ച് എപ്പോഴും ഉമ്മ വെക്കാൻ ഭയങ്കര ഇഷ്ടമാ. എപ്പോഴും കണ്ട് ദേടാ മുഖം കാണുന്നല്ലേ? യെല്ലോ കളർ വേദു. യെല്ലോ കളർ. ഇവിടെ വാ വേദു, ഇവിടെ വാ. എന്താ അല്ലേ? കാറ്റൊക്കെ കൊണ്ടിരിക്കുക. ഇതല്ലേ ബോംബെയിലൊക്കെ വെറുതെ അഴിഞ്ഞാടി നടക്കുന്നേ. ഇപ്പൊ മര്യാദയ്ക്ക് കാണാൻ പറ്റി. സ്മോൾ ബേസ് അല്ലേ? ഇതാണ് ജപ്പാനിലുള്ള പ്രിയ. പക്ഷെ ജപ്പാനിലെ വേറെ ആൾക്കാരോട് വേവിയും അകത്തുണ്ട്. ഇത് പക്ഷെ നമുക്ക് വലിയ കാര്യമൊന്നുമല്ല. ഏറ്റവും നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ ഫോറിനേഴ്സ് ഭയങ്കര സംഭവമായിരിക്കും കേട്ടാ. പക്ഷെ ഉള്ളിൽ ആനയ്ക്ക് ഭയങ്കര സൈസാ കേട്ടാ. ഇത് മതി. ഇത് ഇവിടെ വന്നിട്ട് ഇതുവരെ കഴിക്കാൻ പറ്റിയില്ല. സ്റ്റീം പോർക്ക് ബൺസ്, അതെന്തായാലും എനിക്ക് ലഞ്ച് അത് ഹാപ്പി ആയിരിക്കും. അതിൻ്റെ കൂടെ പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഐസ്ക്രീമോ സാൻഡ്വിച്ചോ അങ്ങനെ വല്ലതും കഴിക്കാം. അത് ഇതാ 7-Eleven എനിക്കറിയായിരുന്നു മിൽക്ക് ക്രീം ബണ്ണാ. ഇത് കഴിക്കുന്നത് ചോക്ലേറ്റ് ബ്രെഡ് ബൺ. ജപ്പാനിൽ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ്. പാല് വെള്ളമോ അങ്ങനെ എന്തോ ഒരു റൈസ് വാട്ടർ അങ്ങനെ എന്തോ സംഭവമാണ്. ഭയങ്കര ടേസ്റ്റ്. ഞാൻ മറന്നു എൻ്റെ പേര്. എൻ്റെ പോക്ക് ബൺ ആയിട്ടുള്ളതാണ്. എനിക്ക് കുഴപ്പമില്ല. അറിയോ പ്രിയ, ഈ കാണുന്നത് എലിഫന്റിനെ ഷിപ്പ് ചെയ്യുന്ന ഇതില്ല. ഇപ്പൊ ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്നാണ് കൊണ്ടുവരുന്നത്. നോക്ക്, ഇത്രയും വലിയ കണ്ടെയ്നറിൻ്റെ അകത്തുനിന്നാണ് ആനകളെ കൊണ്ടുവരുന്നത്. എന്തേ കഴിച്ചൊക്കെ ദഹിച്ചാ? എന്ത് മലകയറ്റം? മനസ്സിലായ? ഫിറ്റ്നസ് എനിക്ക് ഫിറ്റ്നസിന്റെ അല്ല. ഓക്കെ കിതക്കുന്നുണ്ട്. അതുണ്ട്. ഈ പാന്റ് ഉണ്ടല്ലോ. ഓ ശരി. നോക്ക്, ആർക്കും കേക്കണ്ട, ഇതൊന്നും കേക്കണ്ട. ഞാൻ പറയുന്ന കേക്ക് ഫാക്ട്സ് ആണ്. നമ്മള് സൂ കാണാനാ വന്നത്. പ്രിയയുടെ പാന്റിന്റെ അളവ് എടുക്കാനല്ല. പാന്റ് ഇതാ ഇവിടെയാണ് അതിന്റെ ക്രോച്ച് എന്ന് പറയുന്നത്. അത് ഇവിടെയാ വരണ്ടേ, പക്ഷെ അത് ഇവിടെ വരുന്നോണ്ട് എനിക്ക് കാലനക്കാൻ പറ്റും. അങ്ങനത്തെ പാന്റ് വാങ്ങിയ അത് വാങ്ങി കഴിഞ്ഞ് ഇട്ട് നടന്നു കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായേ. അതുകൊണ്ട് ഇത് ഞാൻ നോക്ക് ഇങ്ങനെ പൊക്കെ പിടിച്ചോണ്ടാ നടക്കുന്നത്. അതെ, ക്യാമലിനൊക്കെ കണ്ടുപഠിക്ക്. ഇത് ക്യാമൽ അല്ല. തുടങ്ങി. ക്യാമൽ എന്താ രണ്ട് ഹമ്പ് ഉണ്ട്. ക്യാമലിന് എത്ര ഹമ്പ് ഉണ്ട്? ക്യാമലിന് ഒരു ഹമ്പേ ഉള്ളൂ. ഇത് സ്പെഷ്യൽ ക്യാമല. കണ്ട, ഇത് വെസ്റ്റ് ഏഷ്യയിൽ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ രാജസ്ഥാനിലോ? പക്ഷെ ഇത് വേറെ ടൈപ്പ് ക്യാമല. അറിയോ, വിന്ററിനും കൂടെ സർവൈവ് ചെയ്യണം. പൊക്കോ ഇല്ല ക്യാമലിന്. പ്രിയനെ പോലെ എന്താ പൊക്കോ ഇല്ല, 5 അടിയാ. കണ്ട, പൊക്കോ ഇല്ലാത്ത ക്യാമല. പക്ഷെ അതിന്റെ ഗുണം എന്താണെന്ന് അറിയോ? അതിന് ഈ വിന്റർ സർവൈവ് ചെയ്യണം, സമ്മർ സർവൈവ് ചെയ്യണം. അതുകൊണ്ടാണ് അത്രയും മുടി വരുന്നതെന്ന്. വരുന്നവരും വേറൊരു ആക്ടിവിറ്റി ചെയ്യാറുണ്ട്. ബാക്കി കാണുന്ന കേബിൾ കാർ ഇവിടുന്ന് തന്നെയാണ്. പക്ഷെ അത് ഞാൻ കേട്ടിരിക്കുന്നത് വ്യൂ ഒന്നും അങ്ങനെ ഭയങ്കര സംഭവമല്ല. മേളിൽ പോയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2-3 hours സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളൊരു പോകും. അവിടെ കുറേ ടീ ഹൗസസും അങ്ങനെ മാത്രമേ ഉള്ളൂ. വേറെ സ്പെഷ്യലായിട്ട് അങ്ങനെ സംഭവമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എടുക്കാതിരുന്നത്. കാരണം ഭയങ്കര ലോങ്, അത് 45 minutes അങ്ങോട്ടാ കേബിൾ കാർ. അതെ, ആഫ്രിക്കൻ കഴുത കണ്ട. ആ ആഫ്രിക്കൻ കഴുതയുടെ കാലിലെ സ്ട്രൈപ്സ് കണ്ട പറയാ. അത് ഓരോ ആസിനും
ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രൈപ്സ് ആയിരിക്കും. അതാണ് അവരുടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക്. ഓ അടുത്തുനിന്ന് കാണാൻ പ്രിയ. എന്റെ നടുക്ക് ഇരുന്നാലുണ്ടല്ലോ ഫ്രണ്ടും ബാക്കും നല്ല സപ്പോർട്ടാ അല്ലേ, താഴെ വീഴൂല. കറക്റ്റ് കുഴി നടുക്കിരിക്കാൻ അല്ലേ. ആക്ച്വലി ഒരു സൂവിനെ കാട്ടി കൂടുതൽ ഒരു നേച്ചർ പാർക്ക് എന്ന് പറയാം അല്ലേ. ഇവിടുത്തെ ആംബിയ പിക്നിക്കിനാണ് ഇത് ബെസ്റ്റ്. ഇടയ്ക്ക് കുറച്ച് ആനിമൽസ് ഒക്കെ കാണാനുള്ള ഒരു സംഭവമാണ്. പിന്നെ കുറെ ആനിമൽസിനെ അവർ കൺസർവേഷനിലാണ് ഇട്ടിരിക്കുന്നത്. കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്യും കേട്ടോ. ഭയങ്കര സൗകര്യമാണ്. ഇത്രയും സൗകര്യമുള്ള ഒരു സൂവിൽ പോയിട്ടില്ല. എല്ലായിടത്തും ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, എല്ലായിടത്തും കഫേസും ഉണ്ട് ആൻഡ് നോട്ട് എക്സ്പെൻസീവ്. ബാത്റൂംസും ഉണ്ട്. നോക്ക് സീബ്രസിന് എല്ലാത്തിനും ഭയങ്കര ചൊറിച്ചില്ല എപ്പോഴും. ആരെപ്പോലെ ജിറാഫിനെ കൂട്ടില് സീബ്രയോ? അയ്യോ അതെങ്ങനെ അവിടെ പോയി? ഒരു സീബ്ര വഴിയേറ്റിപ്പോയി. ഇതേ ഒരു സീബ്ര ഇവിടെ ജിറാഫിന്റെ കൂടെ സ്റ്റക്കായി പോയി. അതാണ് വേദുവിന്റെ ഭയങ്കര ടെൻഷൻ. അത് അവിടെ തന്നെ പോയി നോക്കി നിൽക്കും എങ്ങനെ പോകുന്നു. ജിറാഫിന് നമ്മൾ ഓർമ്മയുണ്ടോ? നോക്ക്. ജിറാഫിന് വേദുവിന് ഭയങ്കര ഓർമ്മയാണ്. ആണോ വേദു? നോക്കട്ടെ മുഖം. എന്താ ഓസ്ട്രിച്ച്? അതെ എമ്മു. ആ വേദു ഇപ്പൊ എമ്മു പിടിച്ചോണ്ട് പോകും കേട്ടോ വേദുവിനെ. നിന്ന് നോക്കി. അപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. പോയി നോക്ക് എമ്മുവിനെ നോക്ക്. അപ്പൊ ഒരിടയ്ക്കുണ്ടല്ലോ ഈ എമ്മുവിന്റെ മീറ്റ് മാത്രമേ കഴിക്കുള്ളായിരുന്നു പ്രിയ. ഭയങ്കര ഹെൽത്തി അറിയോ പ്രിയ. ഈ ആനിമലിന്റെ ഈ ബേർഡിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഇതിന്റെ പേര് വൈൽഡ് ടർക്കി എന്ന് എഴുതിയിരിക്കുന്നത്, സദേൺ കസോവറി. ഓക്കെ, ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? അതിന്റെ നെക്കിന്റെ കളർ കണ്ട അല്ലേ? അത് മൂഡ് അനുസരിച്ച് നെക്കിന്റെ കളർ മാറും. മൂഡ് അനുസരിച്ച് പ്രിയയുടെ സ്വഭാവം മാറുന്നത് പോലെ നെക്കിന്റെ കളർ മാറും. ബ്ലൂ അല്ലെങ്കിൽ റെഡ് ആവും. ആണ് ഓസ്ട്രേലിയൻ ആനിമൽസ് ഏരിയ. അടുത്ത് നമുക്ക് പോകേണ്ട സ്ഥലം ഓസ്ട്രേലിയ ആണ്. നമ്മൾ ഒരുപാട് നമുക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് ചെയ്യുന്ന ഓസ്ട്രേലിയ പാമ്പ് ഇഷ്ടം മാതിരി ഉണ്ട്. ഞാനില്ല. കാംഗ്രൂനെ എനിക്ക് തോന്നുന്നു അല്ല ഓസ്ട്രേലിയ പോണം അല്ലേ? നമുക്ക് യോഗം ട്രീറ്റ്മെന്റ് ഓസ്ട്രേലിയ കാണാനായിരിക്കും യോഗം. അതെ ലാസ്റ്റ് ഡേ ആണ്. ആ ബബിൾ ടീ പോയി ഒന്നും കൂടെ കുടിക്കണം. പിന്നെ വേണ്ടേ? ഞാൻ അങ്ങോട്ട് പോകും. ഞങ്ങൾ ലാസ്റ്റ് ഏരിയയുടെ അടുത്തായിട്ടുണ്ട്. അപ്പൊ ഇതിലൊരു ക്ലൂ, ഇതിനൊരു ടിപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നിങ്ങൾ വരുമ്പോ തന്നെ ട്രാം സ്റ്റേഷൻ ഉണ്ട്. അതിൽ കയറിയിട്ട് ഈ പാർക്കിന്റെ എൻഡിൽ പോകും, ബേർഡ് സ്റ്റേഷനിൽ പോകും. അവിടുന്ന് തിരിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കയറ്റം കയറണ്ട, ഇറങ്ങി വരാം. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ കഴിക്കുന്ന വെച്ചാൽ നമുക്ക് കുറച്ച് നടന്നാലും കുഴപ്പമില്ല. ഫൈനലായിട്ട് ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ലയൺസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഒന്ന് നോക്കട്ടെ. ലയൺസും ടൈഗേഴ്സും ഹിപ്പോസും അതൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. പാൻഡ ഹൗസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. സ്റ്റൺ ബൈ ദ ഫെസിലിറ്റി കേട്ടോ. ഇത് കണ്ട ഒരു ഇൻഡിവിജ്വൽ ബേബി ഫീഡിങ് റൂംസ് ആണ്, ഇൻഡിവിജ്വൽ ആയിട്ട്. അതിനകത്ത് പാമ്പർ ചേഞ്ചിങ് തൊട്ട് ഇരിക്കാൻ, ഡൈപ്പർ ചേഞ്ചിങ്, മദറിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ, വാഷ് ചെയ്യാൻ എല്ലാത്തിനുള്ള സൗകര്യം. എൻട്രൻസ് 120 rupees. ബാത്റൂംസ് ഉണ്ട്. നമുക്ക് അത് സാധാരണ എവിടെയെങ്കിലും എൻട്രൻസ് എക്സിറ്റ് നടുക്ക് എവിടെയെങ്കിലും. ഇത് ഓരോ സ്ഥലത്തും ബാത്റൂം ആൻഡ് കഫേസും സൂപ്പർ ആവട്ടാ. ഹിപ്പോയുടെ ടാങ്ക് ആണ്. ഫിഷ് ടാങ്ക് പോലെ വെച്ചിരിക്കുക. ഹിപ്പോയ്ക്ക് ഒരു നാച്ചുറൽ ഫീൽ കൊടുക്കാനായിരിക്കും. ഇത് ഫിഷ് ടാങ്ക് അല്ല, ഹിപ്പോന് കുളിക്കാനുള്ള സ്ഥലമാണ്. ഗോൾഡ് ഫിഷ് ഹിപ്പോ ഉണ്ട് അവിടെ. അവിടെ പോയി കാണാം. എത്ര എണ്ണം നോക്ക് പറയാ? 1 2 3 4 5 എണ്ണം. ഭയങ്കര വയലന്റ് ഭയങ്കര വയലന്റ്. പിന്നെ പ്രിയനൊക്കെ കിട്ടിയോണ്ടല്ലോ നല്ല 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 വെടുപ്പാക്കി തരും, നല്ല സ്വഭാവമാക്കി തരും. ഞാൻ അത് ആലോചിക്കുന്ന എത്ര ഫ്ലഷ് ആയിരിക്കും അതിന്റെ. കാക്കയല്ല, പീജിയൻ. പീജിയൻ ഇപ്പൊ കഴിക്കും. അവൻ വേദു പറയുന്നുണ്ട് ഹിറ്റോപ്പൊട്ടാമസ്. Actually it's like a picnic only, you know. ഇത് നോക്ക്, waffle with fried chicken. എനിക്ക് waffle കൂടെ ഫ്രൈഡ് ചിക്കൻ. ഭയങ്കര ടേസ്റ്റ്. ആൻഡ് യുവർ സ്വീറ്റ് പൊട്ടാറ്റോ ബോൾസ്, ഫ്രൈഡ് സ്വീറ്റ് പൊട്ടാറ്റോ ബോൾസ് ഒരു പിക്നിക് ബാസ്ക്കറ്റിൽ അവർ തന്നിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഞാൻ നോക്കിയപ്പോൾ കുറെ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് പ്രിയ, പിക്നിക് സ്പോട്ട്സ് എന്ന്. എനിക്കൊന്ന് സൂ ഒരു പേര് സൂ ആണല്ലേ, കണ്ടിട്ടില്ല. ഇതുകൊണ്ട് എന്തോരം സ്ഥലങ്ങളാ നോക്ക്.
കുട്ടികൾക്ക് അബ്സല്യൂട്ട് ഫേവറേറ്റ് പ്ലേസ് ആയിരിക്കും. ആക്ച്വലി പ്രാമിൽ കുട്ടികളെ കൊണ്ടാ വരുന്നത്. എല്ലാരും കുട്ടികളെ കൊണ്ട് വരുന്നുണ്ടാ. വേദുവിന്റെ പ്രാമ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുക. വേദുവിന് ഇഷ്ടമായി കുട്ടി വേദുവായിട്ട് ഭയങ്കര കളിയായിരുന്നു. ആണോ? പിക്നിക് വിത്ത് ചിക്കൻ വാഫിൾ. ഓ, ഇറ്റ്സ് നോട്ട് ലൈക്ക് സം നോർമൽ ഒരു പേരിനുള്ള ഒരു കാസ്കോ ആണെങ്കിൽ വെറുതെ എന്തെങ്കിലും കൊടുക്കുന്നില്ല. അതല്ല, വെരി സോഫ്റ്റ് വാഫിൾ, ക്രിസ്പി ഉണ്ട് ഔട്ട്സൈഡ്, നല്ല കിഡിലൻ ഫ്രൈഡ് ചിക്കൻ, തൈ പീസാണ്, കുറച്ച് സ്പൈസി സോസും ലെറ്റ്യൂസും, വേറെ ഒരു വെജിറ്റബിളും ഇല്ല. വാഫിളിന് ചെറിയ മധുരമുണ്ട്, ഇതേ പോയി ചിക്കന് കുറച്ച് സ്വീറ്റ്നെസ്സും ഉണ്ട്. അതുകൊണ്ട് വാഫിളിന് കുറച്ച് മധുരമുണ്ട്, ചിക്കൻ പോയതിൻ്റെ ഡിപ്രഷനിൽ അങ്ങനെ തെറ്റിപ്പോയത്. അവിടെ മധുരമുണ്ട്, ചിക്കന് കുറച്ച് സോൾട്ട്നെസ്സും ഉണ്ട്. പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. എൻ്റെ പേര് ലിയോന്റെ ഫ്രണ്ട്. ആ, ചിന്താമണിയോ എന്താ അങ്ങനെ എന്തോ ഇല്ലേ ലിയോല്? ഞാ ഹൈനേനെ ഇതിന്റെ ചിരിയാണ് നമുക്ക് കേൾക്കേണ്ടത് ശരിക്കും. ഹൈന ചിരിക്കും, അറിയോ? ആ, വിജയുടെ വീട്ടിലാ ജീവിക്കുന്നത്. ബം നോക്ക് മങ്കിയുടെ, അത് അസുഖമല്ലാന്ന്. നോക്കുന്നു, വേദുനെ വിളിക്കുന്നു. വാ നോക്ക്. ഹായ്, എന്താ? അല്ല, അതെനിക്കൊന്ന് കാരണം വരാന്ന് തോന്നുന്നു. ഫുൾ ഫാമിലിയാ, അച്ഛൻ, അമ്മ, 2 പിള്ളേര് അല്ലേ? നമുക്ക് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമ്മള് ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഇരുന്നാല് അല്ലേ? അപ്പൊ ഒരാളുടെ കുറവുണ്ടെന്ന് മനസ്സിലായല്ലോ. ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, അതിന്റെ ബാക്ക് നോക്ക്. പ്രിയ എല്ലാത്തിനും ബാക്ക് നോക്കുന്നത് എങ്ങനെയല്ലേ? ആ രൂപത്തിൽ ഈ രൂപയെ നമ്മള് വലിയ മാറ്റമൊന്നുമില്ല പ്രിയക്ക്, അതൊക്കെ തന്നെ. പ്രിയ, ഇതിനെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ കില്ല് ചെയ്യുന്നത്. വൈറ്റ് റൈനോ, ഇത് വൈറ്റ് കളറാ, കണ്ട? ഭയങ്കര എൻഡേഞ്ചേർഡ് സ്പീഷീസാ. അതിന്റെ ഹോണിന് വേണ്ടി അതിനെ ആൾക്കാർ കൊല്ലുന്നത്. ഇതിനൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ്. ഓൾമോസ്റ്റ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ് വൈറ്റ് റൈനോ. ഇവിടെയാണ് ലയൺ, പക്ഷെ ഇവിടെ ഒളിച്ചു വെക്കോ അല്ലേ? നമുക്ക് കാണാൻ പറ്റില്ലടാ. എനിക്കൊന്നും അത് ഉറങ്ങാൻ പോയി തോന്നുന്നു. ഫാക്ട് പറയണ്ടേ? അത് ഞാൻ ഒന്ന് ആഞ്ഞു പിടിച്ചിപ്പെത്തും. രക്ഷപ്പെട്ടു പ്രിയ, തിരിച്ചു നടക്കണ്ട, അതി കയറിക്കോ, വേഗം കയറിക്കോ, ലാസ്റ്റ് ട്രെയിനാ. പ്രിയ, എന്ത് വേണം അല്ലേ? സൂ, പിക്നിക്, ട്രെയിന്, ബെസ്റ്റ് സൂ അല്ലേ? അത് കേട്ടാ മതി. ഏറ്റവും സൗകര്യം, ഞാൻ വീണ്ടും പറയാം, ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് വരണമെങ്കിൽ നേരെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. തൈപ്പേ സൂ എന്ന് പറഞ്ഞ മെട്രോ തന്നെയുണ്ട്, നേരെ കാണാം. ഞങ്ങൾ അതിലാണ് തിരിച്ച് കയറി പോകാൻ പോകുന്നത്. നമ്മൾ റൂമിലേക്കാണോ പോകുന്നത്, അതോ ബെസ്റ്റ് ബബിൾ ടീ കുടിക്കാനാണോ പോകുന്നത്? അതിന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടോ? എന്നാ ബാ. ഓക്കെ, ബാ. തൈവാനൊന്നല്ല, ലാസ്റ്റ് ഡേ തൈപ്പേ. നമ്മുടെ ഫേവറേറ്റ് സ്ഥലത്ത് വന്നിരിക്കുകയാണ്, ജൈമിൻ റോഡ് അല്ലേ? നമ്മള് 3ാമത്തെ തവണ വന്നിരിക്കുകയാണ്. ബബിൾ ടീ കുടിക്കണോ അതോ ഹോട്ട് ചോക്ലേറ്റ് വേണോ? ലാസ്റ്റ് ഡേ ആണ് തൈപ്പേയില്. എന്ത് ചെയ്യണം? എന്റെ മതി എന്റെ പ്രിയ, ഒരു ബബിൾ ടീ ഉണ്ട്, ഒരു പ്രിയ ഉണ്ട്. എല്ലാരും വന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എന്തുകൊണ്ടാണ് ഇവിടത്തെ തന്നെ ട്രൈ ചെയ്യണം, അതാണ് ഒത്തന്റിക് ബബിൾ. നിങ്ങളെല്ലാരും കൊട പിടിച്ചോളൂ, ടിവിയുടെ മുമ്പിലിരുന്ന്. സംഭവം കണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു കേട്ടോ. മുട്ട ഈ മാവില്, ഡീപ് ഫ്രൈഡ് മാവില് മുട്ട ഇട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള സംഭവമാണ്. നൈസ്. അതിന്റെ കൂടെ കുച്ചു പയ്യനാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് സോസും കൂടെ അവർ സൈഡിലിടും. ഓക്കെ, സോസും കൂടെ ഇടും. എല്ലാരും വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. സ്പൈസിയാ, എരിവൊക്കെ എന്തായാലും വേണം. അമ്പോ, ഇത് കുറച്ച് കൂടിപ്പോയി തോന്നുന്നു, ഫുൾ മുളകാന്ന് തോന്നുന്നു. ഇത് നോക്ക്, മുട്ട, മുളക്, സോയ സോസ്, നല്ല ക്രിസ്പി, ഒരു ഡോണറ്റ് പോലത്തെ കേട്ടോ. ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്. മുട്ടയുടെ ഫ്ലേവർ ആണോ? മുട്ട അടിപൊളിയും, അടിയിലുള്ള ക്രിസ്പി ബാറ്റർ ഉണ്ടല്ലോ,
പ്രിയക്ക് ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാ ലാസ്റ്റ് ഡേ. എന്റെ പ്രാമിന് വെയിറ്റ് തൂങ്ങാൻ വയ്യ. യൂണിക്ലോ സെക്കൻഡ് സ്ട്രീറ്റ്. ഞാൻ ഇവിടുന്ന് എന്റെ ഷൂസും വാങ്ങി, 2 കിഡിലൻ ടീഷർട്ടും വാങ്ങി. ഇനി എനിക്ക് വീട്ടിൽ പോയി ആ ഷൂസ് ഒന്ന് ഇട്ട് നോക്കണം. കിഡിലൻ ഷൂസ് ആണത്. ഹാപ്പി ഞാൻ ഹാപ്പി അല്ല. ബബിൾ ടീ കിട്ടിയില്ലേ, അത് മതി. ഹാപ്പി അല്ലേ, അത് മതി. ഇന്ന് നമ്മുടെ ഭാഗ്യാന്ന് തോന്നുന്നു കേട്ടാ. ലാസ്റ്റ് ഡേ ബൈ 1 get 1 ഫ്രീ പോർക്ക് റിബ്സ്. ഓ അതെ, ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് 20-ാം തീയതിയാണ്. അടിപൊളി. എന്റെ യോഗമാണ് പറയുന്നത്. ഫുൾ ഓൺ ഷോപ്പിങ്ങും നല്ല ഫുഡും. യോ അങ്ങനല്ല. ഇതുകൊണ്ട് ചിക്കൻ നഗറ്റ്സ് വന്നല്ല. ഉറക്കം വരുന്നു പാവം. ഇന്ന് സൂയി പോയി ഓടി കളിച്ച് ടയേർഡായി. ഇന്ന് ഈ ഡ്രിങ്കിന് ചില ഡ്രിങ്ക്സിന് 1-on-1 ഫ്രീ ഉണ്ട്. സോ ഇതൊരു ആപ്പിൾ റോസ് ആൻഡ് പോമഗ്രാനൈറ്റ് ഡ്രിങ്ക് ആണ്. ഇത് ശരിക്കും വിത്ത് ആൽക്കോൾ ആണ്. നമുക്ക് വിത്തൗട്ട് ആൽക്കോൾ അവർ എടുത്തു തന്നു. എങ്ങനെയുണ്ട്? ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് കണ്ടിട്ട്. വലിയ മധുരമില്ല, ഭയങ്കര റോസിന്റെ ഫ്ലേവർ, ഗ്രീൻ ആപ്പിളിന്റെ ഒരു പുളിപ്പ്. എനിക്കൊന്ന് നമ്മളെ പോർക്ക് റിബ്സിന്റെ കൂടെ പക്ക സംഭവമായിരിക്കും. സീ ഹൗ അമേസിംഗ് ദിസ് പോർക്ക് റിബ്സ് ലുക്ക്. എൻ്റെ ആക്ച്വലി എന്തോ ഒരു വിസ്കി ഹണി ഗ്ലേസ് സോസും പ്രിയയുടെ ഡബിൾ ഗ്ലേസ് സോസും ആണ് ഇരിക്കുന്നത്. അതിലൂടെ ഫ്രഞ്ച് ഫ്രൈസും കോൾസ്ലോയും. ഒരു ചേഞ്ച് അല്ല. ഇത്രയും ദിവസം വന്നിട്ട് ഫസ്റ്റ് ടൈം ഒരു അമേരിക്കൻ ഫുഡ്. മക്ഡോണൾസ് ഇടയ്ക്ക് കഴിച്ചു. അല്ലെങ്കിൽ എപ്പോഴും തൈവാനീസ് ഫുഡ് അല്ലേ. നോക്കട്ടെ പോർക്ക് റിബ്സ്. ഓ ഇത് ഫാൾ ഓഫ് ദ ബോൺ ആയിരിക്കും. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഓ എൻ്റെ അമ്മോ, ഫുൾ മീറ്റാണ്. ചിലടത്ത് അത്രയും മീറ്റ് കാണില്ല. ഇത് ഫുൾ ഓൺ മീറ്റ്. ഇതിൻ്റെ ഗ്ലേസിങ്. ഇത് കുറച്ചൊരു സ്വീറ്റ് ആണ്. ഹൗസ് യോർസ്? സ്വീറ്റാണോ? അത് കുറച്ച് എക്സ്ട്രാ സോസ് ഉണ്ട്. എൻ്റെ കുറച്ച് സ്വീറ്റാ, എക്സ്ട്രാ സ്വീറ്റാ. ഓ ഫോക്കസ് ഫസ്റ്റ് ക്ലാസ്. ഫാൾ ഓഫ് ദി മൂൺ ടെൻഡർ. പെപ്പറും സ്വീറ്റും കൂടെ ആയിട്ടുള്ള മിക്സ് ആണ്. ഭയങ്കര ഡെലിഷ്യസ്. ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ഒരു പോർക്ക് റിബ്സിന്റെ പൈസ കൊടുത്താൽ മതി. സോ 1 is like around 1600 ആണ് ഹാഫ് റാക്ക്. അതിന് 2 കിട്ടി. ബൈ 1 get 1 ഫ്രീ. സൂപ്പർ ഹാപ്പി. കഴിഞ്ഞില്ലേ, പോവല്ലേ തൈവാനിന്ന്. ഞാൻ കൂടെ കുറച്ച് സാധനങ്ങൾ പാവം വാങ്ങി പോകുന്നു. ഞാൻ പാവം തിന്നു. അതെ, ഒരാളവിടെ ഇരിക്കുന്നു. എന്തായാലും തൈപ്പേ അടിപൊളി അല്ലേ. നമ്മൾ കാണിച്ച എല്ലാ സ്ഥലവും മസ്റ്റ് അല്ലേ. ഒന്നും നമുക്ക് പോറായിട്ട് തോന്നിയില്ലല്ലോ. ഏതാ പോണം. 2 നൈറ്റ് മാർക്കറ്റിലും പോണം. പിന്നെ മെമ്മോറിയൽ മ്യൂസിയത്തിൽ പോണം. ആക്ച്വലി നമുക്ക് അത്ര സമയം കിട്ടിയുള്ളൂ. ഇവിടെ അണ്ടർഗ്രൗണ്ട് മോള് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇവിടെ ഒരു ഹോൾസെയിൽ മോളുണ്ട്. അവിടെ നമുക്ക് പോയില്ല, കാരണം സമയവും കിട്ടിയില്ല. പിന്നെ നമുക്ക് ഹോൾസെയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ബാക്കി എല്ലാം കൊണ്ട് അടിപൊളി. നാളെ ഒരു നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസിലേക്കാണ് പോകുന്നത്. അടിപൊളിയായിരിക്കും. യോർ ഫേവറേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നാളെ രാവിലെ റെന്റ് കാർ എടുക്കണം. നാളെ കുറെ പരിപാടി ഉണ്ട്. താങ്ക് യു. ഓക്കെ, അപ്പൊ നാളെ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി.